ഇതിൽ രണ്ടിലും തെച്ചിപ്പൂവിൻ്റെ ഓരോ ദളങ്ങളിടും. ദേവിയുടെ തീരുമാനം ഈ വിവാഹത്തിന് അനുകൂലമാണെങ്കിൽ അരികിൽ വന്ന് മുട്ടും. അതല്ല, ഈ വിവാഹത്തിന് ദേവി അനുകൂലിക്കുന്നില്ലെങ്കിൽ എത്ര നേരം കഴിഞ്ഞാലും അത് നടുവിൽ തന്നെ തുടരും. കുട്ടികൾ തമ്മിലുള്ള വിവാഹത്തിന് ദേവിയുടെ അനുമതിയുണ്ട്. തിരുമേനി, ഇത്ര ഒരു ചടങ്ങ് ആദ്യമായിട്ട് കാണുക. ഉള്ളില് ഒരു ഭയം ഉണ്ടായിരുന്നു. ഈ നടയില് അസത്യമായിട്ടൊന്നും നടക്കില്ല. അല്ല തിരുമേനി, ഈ കുട്ടികളുടെ വിവാഹകാര്യം ഞാൻ പറഞ്ഞപ്പോ ഒരുപക്ഷെ അത് നടക്കില്ലെന്ന് തിരുമേനി പറഞ്ഞല്ലോ. ചോദിച്ചു എന്നുള്ളത് സത്യ. പക്ഷേ ഓരോ കാര്യങ്ങളും ആര് ചോദിക്കണമെന്നൊരു നിയമമുണ്ട്. നിങ്ങളുടെ കുടുംബം ചോദിക്കുന്നത് പോലെയല്ല മറ്റൊരാൾ ചോദിക്കുന്നത്. അത്രയും മനസ്സിലാക്കിയാൽ മതി. കുട്ടികൾ മുമ്പോട്ട് വരൂ. തിരുമേനി, ഇനി മറ്റൊരു കാര്യം കൂടി ചോദിച്ചറിയാനുണ്ട്. ചോദിച്ചോളൂ. ഇന്നലെ ഇവിടുത്തെ ദേവി വിഗ്രഹത്തിന്റെ ഒരു പകർപ്പ് ഗംഗ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. അത് പൂജാമുറിയിൽ വെക്കാനായിട്ട് ഞങ്ങൾ തീരുമാനിക്കുകയും ചെയ്തു. അതിലെന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു തെറ്റുമില്ല. അമ്മയുടെ അനുഗ്രഹം കൂടുതലുണ്ടാവുകയേ ഉള്ളൂ. ഓ, എനിക്കിപ്പോഴാ സമാധാനായത്. പത്മേച്ചി ആഗ്രഹിച്ചതുപോലെ മകളുടെ വിവാഹത്തിനൊരു തീരുമാനമായി. പൂജാമുറിയിൽ അനുഗ്രഹം ചൊരിയുന്ന ദേവിയുമായി. സത്യം പറഞ്ഞ ഇപ്പോഴാ മനസ്സിനൊരു സമാധാനമായത്. ആ ഗംഗ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിന് വല്ലാത്ത ടെൻഷൻ ഉണ്ടാക്കി വെച്ചേക്കായിരുന്നല്ലോ. അല്ല, താനത് കേട്ടിട്ട് പരിഭ്രമിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? നമ്മളോട് ശത്രുതയുള്ള ഒരാള് നമ്മൾ ടെൻഷൻ ആയിക്കോട്ടെ എന്നല്ലേ കരുതൂ. അത് സ്വാഭാവികമല്ലേ? പക്ഷെ പത്മ, കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. പൂജാരി നല്ലത് പറഞ്ഞു, ലക്ഷണം കൃത്യമായി കാണിക്കുകയും ചെയ്തു. പക്ഷേ അതുകൊണ്ടൊന്നും പ്രശ്നം തീരുന്നില്ലല്ലോ.